Hey all, welcome to my daily vlog. The best days start with a positive attitude and end with a satisfied heart. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രൈഡേ മോർണിംഗ്സ് എപ്പോഴും നല്ല ബിസി ആയിരിക്കും. അപ്പോൾ ഇന്ന് ഡേ ഒന്ന് സ്റ്റാർട്ട് ആവാൻ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ രാവിലത്തെ ഓരോ പണികൾ സ്റ്റാർട്ട് ചെയ്തേ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ക്ലീനിങ് എല്ലാം ഇങ്ങനെ കുറച്ചായിട്ട് ഓരോ ദിവസം ഓരോ പണികളായിട്ടാണ് ചെയ്യുക. അതാവുമ്പോൾ നമുക്കിങ്ങനെ ഒരു ദിവസം തന്നെ എല്ലാ പണിയും ചെയ്ത് ടയേർഡ് ആവുകയില്ല, എന്നാൽ വീടെല്ലാം ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു കോർണർ ട്രേ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ പണികളെല്ലാം കുറേ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലുള്ള ആൾക്കാർക്ക് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഒരു ഡേ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ചിലപ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ഈ ഒരു കോർണർ ട്രേ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്താൽ നമ്മൾ കുക്കിങ്ങിനും കാര്യത്തിനും എല്ലാം നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ മാത്രമല്ല, ഇത് നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. പിന്നെ അതിൽ കുറച്ച് ഫ്ലവറും കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് വൈബ്. പിന്നെ ഒരു ടൈം അഗർബത്തീൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇപ്പം എനിക്ക് ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മൈസൂർ സാൻഡലിൻ്റെ ഈ ഒരു അഗർബത്തി ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അങ്ങനെ മോളെല്ലാം ഫ്രഷാക്കി പിന്നെ ജുമാൻ്റെ ടൈമായി. ഈ ബിൽഡിങ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പള്ളിയാണ്. അങ്ങനെ ഫ്രൈഡേ വൈബെല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് പിന്നെ എൻ്റെ കിച്ചൺ പണികൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മൾ ഗീ റൈസും ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല, കാരണം ഒന്നാമത് ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുമായിരുന്നു. പിന്നെ ഗീ റൈസും കാര്യമെല്ലാം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഗ്ലിംസസ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് പേരെല്ലാം കുറച്ച് ലിങ്കും കാര്യമെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സാധനത്തിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ലിങ്കും കാര്യമൊന്നും ഷെയർ ചെയ്യാനില്ല, കാരണം ഞാൻ ഓരോ സാധനവും അധികം ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ കറി ആക്കുന്നതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമ്മൾ റൈസും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും എന്നാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ആക്ച്വലി എൻ്റെ മദർ ഇൻ ലോൻ്റെ റെസിപ്പിയാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ആഫ്രിക്കൻ മല്ലി, അതായത് കൊറിയാണ്ടർ ലീവ്സ്. ശരിക്കും ഇതിന് ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ അതൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കറിയിലും അതേപോലെ തന്നെ നമ്മൾ റൈത്തയെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലൊരു ചെറിയ പീസ് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ലോങ് വീഡിയോസ് ചെയ്യാനാണ് പറയുന്നത്. എനിക്കും നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എപ്പോഴും ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്ത് എൻ്റെ ഒരു സെയിം റുട്ടീനും സെയിം കിച്ചണെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും നിലയിലേക്കാണ് ഞാൻ കുറച്ച് ബാക്കൗട്ട് അടിക്കുന്നത്. അങ്ങനെ ലഞ്ചെല്ലാം സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം അത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. Hope you all enjoyed the video. Thank you for watching.